2014 നരേന്ദ്രമോദിയുടെ വർഷമായിരുന്നു. ദേശീയ രാഷ്ട്രീയത്തിലെ ഓരോ ചലനങ്ങളും രാജ്യം ആകാംക്ഷയോടെ വീക്ഷിച്ച വർഷം. ഒട്ടേറെ ചരിത്ര മുഹൂർത്തങ്ങൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത്. ഈ കാഴ്ചകളിലേക്കുള്ള തിരിഞ്ഞുനോട്ടം ഭാരതീയം 2014ലേക്ക് സ്വാഗതം. टूरिज्म का क्षेत्र इतना बड़ा है भाइयों बहनों, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മാറ്റത്തിന്റെ കാറ്റ് ആഞ്ഞടിച്ച വർഷമായിരുന്നു 2014. നരേന്ദ്രമോദി തരംഗത്തിൽ BJP ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ചരിത്ര വിജയം നേടി. 10 വർഷം തുടർച്ചയായി ഭരിച്ച കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് ആവശ്യമായ അംഗബലം പോലും നേടാനായില്ല. BJPയിൽ പുതിയ തലമുറ മാറ്റത്തിനും രാജ്യം സാക്ഷ്യം വഹിച്ചു. नरेंद्र दामोदर दास मोदी ईश्वर की शपथ लेता हूं कि നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഗുജറാത്തിൽ നിന്നുള്ള ഈ ചായ വിൽപ്പനക്കാരൻ ചെങ്കോട്ടയിൽ പതാക ഉയർത്തിയപ്പോൾ അത് ചരിത്രമായി. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിൽ 30 വർഷങ്ങൾക്ക് ശേഷം ഒരു പാർട്ടി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടി. 1984-ൽ 2 സീറ്റ് മാത്രമുണ്ടായിരുന്ന BJP 30 വർഷങ്ങൾക്ക് ശേഷം 282 സീറ്റുകളോടെ ഒറ്റയ്ക്ക് അധികാരം നേടിയപ്പോൾ കോൺഗ്രസ് ചരിത്ര പരാജയം ഏറ്റുവാങ്ങി. നരേന്ദ്രമോദിയുടെ ചായ് പേ ചർച്ചയുൾപ്പെടെ പുതുമയാർന്ന പ്രചാരണ രീതികളും പരീക്ഷണങ്ങളും കണ്ട തിരഞ്ഞെടുപ്പായിരുന്നു 2014ലേത്. സ്ഥാനാർത്ഥി ആര് എന്നതിനേക്കാൾ മോദിക്കൊരു വോട്ട് എന്ന മുദ്രാവാക്യം എല്ലാ വോട്ടർമാരിലും എത്തിച്ച് വ്യക്തി കേന്ദ്രീകൃതമായ പ്രചാരണമായിരുന്നു BJPയുടേത്. ഈ തന്ത്രത്തോട് വിയോജിച്ച മുരളി മനോഹർ ജോഷി മോദി തരംഗത്തെ മനോരമ ന്യൂസിലൂടെ തള്ളിപ്പറഞ്ഞപ്പോൾ രാജ്യം മുഴുവൻ അത് ചർച്ച ചെയ്തു. Modi is the representative of the party as a prime ministerial candidate. So it's not a highly personalized thing, it is a representative way. ജോഷിയുടെ വാദം ശരിയല്ലെന്ന് വോട്ടെണ്ണിയപ്പോൾ തെളിഞ്ഞു. ഗംഗയിൽ മുങ്ങിക്കുളിച്ച് വാരണാസിയിൽ മോദിയെ വെല്ലുവിളിച്ച അരവിന്ദ് കെജ്രിവാളും പരാജയം സമ്മതിച്ചു. BJPയുടെ വൻ വിജയം ദേശീയ രാഷ്ട്രീയത്തിൽ മാത്രമല്ല പാർട്ടിയിലും പുതിയ യുഗത്തിന് തുടക്കമിട്ടു. അമിത്ഷാ BJP ദേശീയ അധ്യക്ഷനായി. വാജ്പേയി അദ്വാനി യുഗത്തിന് വിരാമമിട്ടാണ് മോദി അമിത്ഷാ കൂട്ടുകെട്ട് സർക്കാരിന്റെയും പാർട്ടിയുടെയും നിയന്ത്രണമേറ്റെടുത്തത്. പാർലമെന്ററി ബോർഡിൽ നിന്നും ഒഴിവാക്കിയ വാജ്പേയിയെയും അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും ഉപദേശക സമിതിയിൽ ഉൾപ്പെടുത്തിയാണ് നേതൃമാറ്റം പൂർത്തിയാക്കിയത്. വർഷാവസാനത്തിൽ 90ാം ജന്മദിനത്തിന് തൊട്ടുമുൻപ് ഭാരതരത്ന ബഹുമതി നൽകി AB വാജ്പേയിയെ നരേന്ദ്രമോദി സർക്കാർ ആദരിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനി മദൻ മോഹൻ മാളവ്യയ്ക്കും ഭാരതരത്നം നൽകി. മോദി രാഹുൽ പോരാട്ടമെന്ന് വിശേഷിപ്പിച്ചിരുന്ന തിരഞ്ഞെടുപ്പിൽ മോദി BJPക്ക് ചരിത്ര വിജയം സമ്മാനിച്ചപ്പോൾ കോൺഗ്രസിനെ നാണക്കേടിൽ നിന്ന് കരകയറ്റാൻ പോലും രാഹുലിന് കഴിഞ്ഞില്ല. 10 വർഷത്തെ ഭരണത്തിന് ശേഷം ജനങ്ങളെ കയ്യിലെടുക്കാൻ അവസാന നിമിഷം പുറത്തെടുത്ത മാജിക്കൊന്നും ഫലം കണ്ടില്ല. തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് ആന്ധ്രാപ്രദേശിനെ വിഭജിച്ച് 29ാമത് സംസ്ഥാനമായി തെലങ്കാന രൂപീകരിച്ചിട്ടും കോൺഗ്രസിന് രാഷ്ട്രീയ നേട്ടമുണ്ടായില്ല. പാർലമെന്റിന് നാണക്കേടുണ്ടാക്കിയ കുരുമുളക് സ്പ്രേ പ്രയോഗവും 17 MPമാരുടെ സസ്പെൻഷനും ശേഷമാണ് തെലങ്കാന ബിൽ പാസാക്കിയത്. കോൺഗ്രസിന് മാത്രമല്ല തിരിച്ചടി നേരിട്ടത്. ചുരുക്കം ചില പ്രാദേശിക പാർട്ടികൾ ഒഴിച്ച് മറ്റെല്ലാവരുടെയും അവകാശവാദങ്ങൾ മോദി തരംഗത്തിൽ തകർന്നടിഞ്ഞു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വിസ്മയമായി ഉദിച്ചുയർന്ന അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും അടിതെറ്റുന്ന കാഴ്ചയും 2014 കണ്ടു.
പ്രധാനമന്ത്രി പദം സ്വപ്നം കണ്ട മമതയ്ക്കും ജയലളിതയ്ക്കും മികച്ച വിജയം നേടിയിട്ടും കാഴ്ചക്കാരാകേണ്ടി വന്നു. മോദിയെ വെല്ലുവിളിച്ച് BJP സഖ്യം ഉപേക്ഷിച്ച നിതീഷ് കുമാറിനും സമാജ്വാദി പാർട്ടി നേതാവ് മുലായം സിംഗിനും BSP നേതാവ് മായാവതിക്കുമെല്ലാം അടിത്തറ നഷ്ടമായി. മൂന്നാം മുന്നണി രൂപീകരിക്കാൻ ഇറങ്ങിത്തിരിച്ച CPM-ന് ഒടുവിൽ ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ സ്വതന്ത്രരുടെ പിന്തുണ തേടേണ്ടി വന്നു. 2014 തുടങ്ങുമ്പോൾ വലിയ അവകാശവാദങ്ങളുമായി പരസ്പരം പോരടിച്ചിരുന്ന ലാലുവും നിതീഷും മുലായവുമെല്ലാം വർഷാവസാനത്തിൽ മോദിക്കും BJP-ക്കുമെതിരെ കൈകോർക്കുന്നതും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കൗതുക കാഴ്ചയായി. ബംഗാൾ കീഴടക്കിയെങ്കിലും മമതാ ബാനർജിക്കും തൃണമൂൽ കോൺഗ്രസിനും കഠിന പരീക്ഷണങ്ങളുടെ നാളുകളായിരുന്നു 2014. ശാരദാ ചിട്ടിതട്ടിപ്പ് കേസിൽ TMC-യിലെ മുതിർന്ന നേതാക്കൾ അറസ്റ്റിലായതും ബർദ്വാൻ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ തൃണമൂൽ സംരക്ഷിക്കുന്നുവെന്ന ആരോപണവും മമതയെ പ്രതിരോധത്തിലാക്കി. പ്രധാനമന്ത്രി പദം സ്വപ്നം കണ്ടിരുന്ന ജയലളിതയ്ക്ക് പക്ഷേ കാലം കാത്തുവച്ചിരുന്നത് ജയിൽവാസമായിരുന്നു. അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട ജയലളിതയ്ക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടമായി. ജയിലിൽ പോകേണ്ടി വന്നു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ബാംഗ്ലൂർ പ്രത്യേക കോടതി 4 വർഷം തടവും 100 കോടി രൂപ പിഴയുമാണ് ജയലളിതയ്ക്ക് വിധിച്ചത്. തുടങ്ങുമ്പോൾ ഡൽഹി ഭരിച്ചിരുന്ന ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വിസ്മയമായിരുന്നു. എന്നാൽ ജൻലോക്പാൽ ബില്ലിന്റെ പേരിൽ മുഖ്യമന്ത്രി സ്ഥാനം ഉപേക്ഷിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഗോദയിൽ ഇറങ്ങിയ കെജ്രിവാളിന്റെ തീരുമാനം ചരിത്രപരമായ മണ്ടത്തരമായിരുന്നുവെന്ന് കാലം തെളിയിച്ചു. हमारी कैबिनेट ने मिलकर ये निर्णय लिया है कि हमारी सरकार आज इस्तीफा देती है, ये हमारा इस्तीफा है. ഡൽഹി വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കെജ്രിവാൾ ആണയിട്ട് പറയുന്നു, ഒരിക്കൽ കൂടി അവസരം തന്നാൽ 5 വർഷം തികയ്ക്കുമെന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഒഡീഷ എന്നിവിടങ്ങളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പും നടന്നത്. ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡുവിന്റെ TDP സഖ്യം അധികാരത്തിലെത്തിയപ്പോൾ തെലങ്കാനയിൽ TRS-ന് ഭൂരിപക്ഷം ലഭിച്ചു. ചന്ദ്രശേഖർ റാവു തെലങ്കാനയുടെ ആദ്യ മുഖ്യമന്ത്രിയായി. ഭരണവിരുദ്ധ വികാരത്തെ മറികടന്ന് ഒഡീഷയിൽ നവീൻ പട്നായിക് അധികാരം നിലനിർത്തിയത് നല്ല ഭരണത്തെ ജനങ്ങൾ സ്വീകരിക്കും എന്നതിന് തെളിവായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെയും ഉയർത്തിക്കാണിക്കാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായയിൽ വോട്ട് തേടിയ BJP-യുടെ തന്ത്രം ഫലം കണ്ടു. മഹാരാഷ്ട്ര, ഹരിയാന, ഝാർഖണ്ഡ് എന്നിവിടങ്ങളിൽ BJP അധികാരത്തിലെത്തി. ജമ്മു കാശ്മീരിലും വൻ നേട്ടമുണ്ടാക്കി. മഹാരാഷ്ട്രയിൽ ശിവസേനയുമായുള്ള സഖ്യം തകർത്ത് ഒറ്റയ്ക്ക് മത്സരിച്ച BJP എതിരാളികളെ മലർത്തിയടിച്ചു. ദേവേന്ദ്ര ഫട്നവിസ് മഹാരാഷ്ട്രയിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായപ്പോൾ മണ്ണിന്റെ മക്കൾ വാദമുയർത്തിയ ശിവസേനയ്ക്കും ഒപ്പം നിൽക്കേണ്ടി വന്നു. കോൺഗ്രസ് NCP വഴിപിരിയലിനും നിയമസഭാ തെരഞ്ഞെടുപ്പ് കാരണമായി. ജാട്ട് സമുദായത്തിന് പുറത്തുള്ള മനോഹർലാൽ ഖട്ടറിനെ ഹരിയാനയിലും ആദിവാസി വിഭാഗത്തിന് പുറത്തുള്ള രഘുബർ ദാസിനെ ജാർഖണ്ഡിലും മുഖ്യമന്ത്രിമാരാക്കി BJP പുതിയ പരീക്ഷണത്തിനും തുടക്കമിട്ടു. ഗുജറാത്തിൽ പരീക്ഷിച്ച ഭരണശൈലി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രത്തിലേക്കും കൊണ്ടുവന്നത്. നടപടിക്രമങ്ങൾ എളുപ്പത്തിലാക്കി ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാനായിരുന്നു തുടക്കത്തിലെ ശ്രമിച്ചത്. എതിരാളികളെക്കാൾ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ ഉയർന്ന വിവാദങ്ങളാണ് 6 മാസങ്ങൾക്കിടെ മോദിയുടെ വികസന മുദ്രാവാക്യങ്ങൾക്ക് വെല്ലുവിളിയായത്. ഭരണശൈലിയിൽ സമൂല അഴിച്ചുപണി. രാഷ്ട്രപതി ഭവൻ അങ്കണത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റപ്പോൾ മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ശ്രമത്തിലാണ്. അഡ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തിയ നരേന്ദ്രമോദി
സുഷമ സ്വരാജിന് വിദേശകാര്യ വകുപ്പ് നൽകിയെങ്കിലും പലപ്പോഴും കാഴ്ചക്കാരുടെ നിലയിലായിരുന്നു ഈ വിദേശകാര്യമന്ത്രിയുടെയും സ്ഥാനം. തുടക്കത്തിൽ ധനകാര്യത്തിനൊപ്പം അരുൺ ജെയ്റ്റ്ലിക്ക് അധിക ചുമതലയായി നൽകിയ പ്രതിരോധ വകുപ്പിലേക്ക് ഗോവ മുഖ്യമന്ത്രിയായിരുന്ന മനോഹർ പരീക്കറിനെ കൊണ്ടുവരാൻ മന്ത്രിസഭ അഴിച്ചുപണിതു. പുനഃസംഘടനയിൽ സദാനന്ദ ഗൌഡയ്ക്ക് റെയിൽവേ മന്ത്രിസ്ഥാനം നഷ്ടമായി. ശിവസേനയിൽ നിന്ന് രാജിവെച്ച് BJPയിൽ ചേർന്ന സുരേഷ് പ്രഭു പുതിയ റെയിൽവേ മന്ത്രിയായി. ഹർഷവർദ്ധന് ആരോഗ്യവകുപ്പും നഷ്ടമായി. ഗാന്ധി ജയന്തി ദിനത്തിൽ ശുചിത്വ ഭാരതം പദ്ധതിക്ക് തുടക്കമിട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശശി തരൂരടക്കം വിവിധ രംഗങ്ങളിലെ പ്രമുഖരെ പങ്കാളികളാകാൻ ക്ഷണിച്ചു. മോദിയുടെ ക്ഷണത്തോട് അനുകൂലമായി പ്രതികരിച്ച തരൂരിന് AICC വക്താവ് സ്ഥാനം നഷ്ടമായി. ജൻധൻ യോജന, ആദർശ് ഗ്രാമ പദ്ധതി, മേക്ക് ഇൻ ഇന്ത്യ, ഗംഗാ ശുചീകരണം, പ്രധാനമന്ത്രി റേഡിയോയിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന മൻ കി ബാത്ത് തുടങ്ങി പുതിയ പദ്ധതികളും പരിപാടികളും മാധ്യമങ്ങളിൽ നിറഞ്ഞു. ऊंचे इरादे नहीं है, एक वैक्यूम है, वहां पर ड्रग का प्रवेश करना सरल हो जाता है. ड्रग से अगर बचना है, आपके बच्चों को बचाना है. എന്നാൽ UPA സർക്കാർ തുടങ്ങിവെച്ച സാമ്പത്തിക പരിഷ്കരണ നടപടികൾ അതിവേഗത്തിൽ നടപ്പിലാക്കാനുള്ള മോദി സർക്കാരിന്റെ ശ്രമങ്ങൾ രാജ്യസഭയിൽ പ്രതിപക്ഷമെന്ന കടമ്പയിൽ തട്ടി നിന്നു. ഇൻഷുറൻസ് ബില്ലും കൽക്കരിപ്പാടം ലേലം ചെയ്യാനുള്ള ബില്ലും ഓർഡിനൻസ് ആക്കേണ്ടി വന്നു. അധികാരത്തിലെത്തിയാൽ 100 ദിവസത്തിനകം കള്ളപ്പണം തിരികെ എത്തിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കാലത്ത് വാഗ്ദാനം ചെയ്തെങ്കിലും നടപടികൾ കാര്യമായി പുരോഗമിച്ചിട്ടില്ല. സാർക്ക് രാഷ്ട്രത്തലവന്മാർ സത്യപ്രതിജ്ഞയ്ക്കെത്തിയത് നരേന്ദ്രമോദിയുടെ നയതന്ത്ര വിജയമായി. അയൽക്കാരായ നേപ്പാൾ, ഭൂട്ടാൻ എന്നിവയ്ക്കൊപ്പം അമേരിക്ക, ചൈന, ജപ്പാൻ, റഷ്യ, ബ്രസീൽ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കളുമായി പ്രധാനമന്ത്രി നേരിട്ട് നയതന്ത്ര ചർച്ചകൾ നടത്തി. അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയാകുന്നതിൽ എത്തി നിൽക്കുന്നു മോദിയുടെ നയതന്ത്രം. മോദിയുടെ ക്ഷണം സ്വീകരിച്ച് പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് സത്യപ്രതിജ്ഞയ്ക്കെത്തിയതോടെ അതിർത്തിയിൽ മഞ്ഞുരുക്കുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല. വിഘടനവാദികളുമായി പാക് ഹൈക്കമ്മീഷണർ കൂടിക്കാഴ്ച നടത്തിയതിൽ പ്രതിഷേധിച്ച് ഇന്ത്യ വിദേശകാര്യ സെക്രട്ടറി തല ചർച്ച ഉപേക്ഷിച്ചു. വെടിനിർത്തൽ ധാരണ ലംഘിച്ച പാക് സൈന്യത്തിന് നേരെ ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചപ്പോൾ ഇരുഭാഗങ്ങളിലുമായി 35-ലധികം പേർ കൊല്ലപ്പെട്ടു. ഡിസംബർ 5-ന് കശ്മീർ തിരഞ്ഞെടുപ്പിനിടെ 4 ഭീകരാക്രമണങ്ങളിൽ 20 പേർ കൊല്ലപ്പെട്ടു. മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതി സാഖി ഉർ ലഖ്വിക്ക് പാകിസ്ഥാനിൽ ജാമ്യം അനുവദിച്ചത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം കൂടുതൽ മോശമാക്കി. രാജ്യത്തെ വർഗീയ സംഘർഷങ്ങൾക്ക് 10 വർഷത്തേക്ക് പ്രധാനമന്ത്രി മൊറട്ടോറിയം പ്രഖ്യാപിച്ചെങ്കിലും വിദ്വേഷം പടർത്തുന്ന വാക്കുകളും പ്രവൃത്തികളുമായി സംഘപരിവാർ നേതാക്കൾ 2014 അവസാന നാളുകളിൽ നിറഞ്ഞാടി. കേന്ദ്രമന്ത്രി സാധ്വി നിരഞ്ജൻ ജ്യോതിയും BJP MPമാരായ സാക്ഷി മഹാരാജും യോഗി ആദിത്യനാഥുമെല്ലാം വർഗീയ പ്രസ്താവനകളിലൂടെ സർക്കാരിനെ വെട്ടിലാക്കി. ഘർ വാപ്പസി എന്ന് പേരിട്ട് വിളിച്ച പുനർമതപരിവർത്തന ശ്രമങ്ങളും ഉത്തർപ്രദേശിലെ കലാപങ്ങളുടെ തുടർക്കഥകളും ഗാന്ധിജിയുടെ ഘാതകൻ ഗോഡ്സേക്ക് സ്മാരകം നിർമ്മിക്കാനുള്ള ശ്രമങ്ങളും മോദിയുടെ വികസന മന്ത്രത്തിനൊപ്പം മാധ്യമങ്ങളിൽ ഇടം പിടിച്ചു. ജവഹർലാൽ നെഹ്റുവിന്റെ 125ാം ജന്മവാർഷികവും അധ്യാപക ദിനാഘോഷവും ക്രിസ്മസ് ദിനത്തിലെ സദ്ഭരണ ദിനാചരണവും വിവാദങ്ങളിലൂടെ പ്രധാന വാർത്തകളായി. ബഹിരാകാശ പര്യവേഷണ രംഗത്ത് ഇന്ത്യയുടെ കുതിച്ചുചാട്ടം കണ്ട വർഷമായിരുന്നു 2014. ഹോളിവുഡ് സിനിമയെടുക്കാനുള്ള ചെലവ് പോലുമില്ലാതെ മലയാളിയായ കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഇന്ത്യ ചൊവ്വാ ദൗത്യം പൂർത്തിയാക്കിയപ്പോൾ ലോകരാജ്യങ്ങൾ അമ്പരന്നു. 3, 2, 1, 0, +1, 2, 3. Lift off normal. പ്രക്ഷേപണ സഫലത. ഇന്ത്യയുടെ 5 പതിറ്റാണ്ട് നീണ്ട ബഹിരാകാശ ഗവേഷണത്തിൽ പുതിയ നാഴികക്കല്ലായി മംഗൾയാൻ ദൗത്യ വിജയം. 2013 നവംബർ 5-ന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച മംഗൾയാൻ 300 ദിവസം കൊണ്ട് 680 ദശലക്ഷം കിലോമീറ്റർ പിന്നിട്ടാണ് ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ വിജയകരമായി പ്രവേശിച്ചത്. പ്രഥമ ചൊവ്വാ ദൗത്യം തന്നെ വിജയത്തിലെത്തിച്ച
ആദ്യ ഏഷ്യൻ രാജ്യമായി ഇന്ത്യ മാറി. അമേരിക്ക, റഷ്യ, യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നിവർക്ക് മാത്രമാണ് ഇന്ത്യക്ക് മുൻപ് ചൊവ്വ ദൗത്യം വിജയിപ്പിക്കാൻ കഴിഞ്ഞത്. അഴിമതി ആരോപണങ്ങളും അതിലെ കോടതികളുടെ ഇടപെടലുകളും വാർത്തകളിൽ നിറഞ്ഞ നാളുകളാണ് കടന്നുപോയത്. രാജ്യത്തെ പരമോന്നത അന്വേഷണ ഏജൻസിയായ CBIയുടെ മേധാവി പോലും കോടതികളുടെ അധികാരമെന്ത് എന്ന് ശരിക്കറിഞ്ഞു. 2G കൽക്കരി കേസുകളിൽ നിർണായക ഇടപെടലുകളാണ് സുപ്രീം കോടതി നടത്തിയത്. 1993 മുതൽ 2010 വരെ അനുവദിച്ച 218 കൽക്കരിപ്പാടങ്ങളിൽ 214 എണ്ണത്തിന്റെ ലൈസൻസ് സുപ്രീം കോടതി റദ്ദാക്കി. കൽക്കരിപ്പാടങ്ങൾ വിതരണം ചെയ്തത് നിയമവിരുദ്ധമായാണെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. കൽക്കരിപ്പാടം അനുവദിച്ച കാലയളവിൽ വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ ചോദ്യം ചെയ്യണമെന്ന് കേസ് പരിഗണിക്കുന്ന പ്രത്യേക കോടതി ഉത്തരവിട്ടു. രാജ്യത്തെ പരമോന്നത അന്വേഷണ ഏജൻസിയുടെ തലവനിൽ പരമോന്നത കോടതി അവിശ്വാസം പ്രകടിപ്പിച്ചപ്പോൾ അത് CBIക്ക് നേരെയുള്ള ചോദ്യചിഹ്നമായി. പ്രതികളുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ തെളിവുകൾ പരിശോധിച്ച ശേഷമാണ് കോടതി CBI ഡയറക്ടർ രഞ്ജിത് സിൻഹയെ 2G അന്വേഷണത്തിൽ നിന്ന് മാറ്റി നിർത്തിയത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 142 അടിയായി ഉയർത്താൻ തമിഴ്നാടിന് അനുമതി നൽകിയ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധി കേരളത്തിന് തിരിച്ചടിയായി. ദയാഹർജി തീർപ്പാക്കുന്നതിൽ അമിതമായ കാലതാമസമുണ്ടായാൽ വധശിക്ഷ ഇളവ് ചെയ്യാമെന്ന് സുപ്രീം കോടതി വിധിച്ചു. രാജീവ് ഗാന്ധി വധക്കേസ് പ്രതികളുടെയും വീരപ്പന്റെ കൂട്ടാളികളുടെയും വധശിക്ഷ കോടതി ജീവപര്യന്തമായി കുറച്ചു. സാമ്പത്തിക ക്രമക്കേടിനെ തുടർന്ന് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം സഹാറ ഗ്രൂപ്പ് മേധാവി സുബ്രതോ റോയിയെ അറസ്റ്റ് ചെയ്തു. നിക്ഷേപകരുടെ പണം തിരികെ നൽകാൻ വ്യക്തമായ പദ്ധതി സമർപ്പിക്കും വരെ തിഹാർ ജയിലിൽ കഴിയുന്ന സുബ്രതോ റോയിക്ക് ജാമ്യം അനുവദിക്കാൻ ആകില്ല എന്നാണ് സുപ്രീം കോടതിയുടെ നിലപാട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പുറമെ മൂന്നാമത്തെ വിഭാഗമായി ലൈംഗിക ന്യൂനപക്ഷങ്ങളെ അംഗീകരിക്കണമെന്ന് സുപ്രീം കോടതി. പിന്നാക്ക വിഭാഗമായി പരിഗണിച്ച് ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന മുഹൂർത്തങ്ങൾക്കൊപ്പം മറക്കാൻ ആഗ്രഹിക്കുന്ന ദൃശ്യങ്ങളും ഏറെ. അസമിലെ നിരപരാധികളായ ഗ്രാമീണരുടെ കൂട്ടക്കുരുതിയും കശ്മീരിലെ പ്രളയവുമെല്ലാം വേദനിപ്പിക്കുന്ന ഓർമ്മകളാണ്. വംശീയ കലാപങ്ങളുടെ ഉണങ്ങാത്ത മുറിവുകൾ വേട്ടയാടുന്ന അസമിൽ വീണ്ടും മനുഷ്യക്കുരുതി അരങ്ങേറി. കൊക്രാജാർ, സോണിത്പൂർ ജില്ലകളിൽ ബോഡോ തീവ്രവാദികൾ യന്ത്രത്തോക്കുകളുമായി നടത്തിയ ആക്രമണത്തിലും തുടർന്നുണ്ടായ അനിഷ്ട സംഭവങ്ങളിലും 85-ലധികം ജീവനുകൾ പൊലിഞ്ഞു. അരുണാചൽ പ്രദേശിൽ നിന്നുള്ള വിദ്യാർത്ഥി നിഡോ താനിയ ഡൽഹിയിൽ കൊല്ലപ്പെട്ടതും രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് നേരെയുണ്ടായ വംശീയ അക്രമങ്ങളും അധിക്ഷേപങ്ങളും ഇരുണ്ട അധ്യായങ്ങളായി. ഭൂമിയിലെ സ്വർഗം മഴക്കെടുതികളിൽ കണ്ണീരണിഞ്ഞ കാഴ്ചകൾക്കും 2014 സാക്ഷിയായി. ആറ് പതിറ്റാണ്ടിനിടെ കശ്മീർ നേരിട്ട ഏറ്റവും വലിയ പ്രളയക്കെടുതിയിൽ ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി 557 പേരാണ് മരിച്ചത്. 84,000-ലധികം പേർ അഭയാർത്ഥികളായി. 2,500-ലധികം ഗ്രാമങ്ങൾ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങി. പ്രളയജലം തകർത്ത ജീവിതാവസ്ഥകളിൽ നിന്ന് പ്രത്യാശയുടെ പച്ചപ്പിലേക്ക് കശ്മീർ ഇനിയും പൂർണ്ണമായി എത്തിയിട്ടില്ല. ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിൽ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ വന്ധ്യംകരണത്തിന് വിധേയരായ 14 യുവതികൾ മരിച്ചത് രാജ്യമനസാക്ഷിയെ നടുക്കി. കഷ്ടിച്ച് ഒരു മാസത്തിനിപ്പുറം ഡിസംബർ ആദ്യവാരത്തിൽ ഛത്തീസ്ഗഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ 5 ദിവസത്തിനിടെ 11 പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചതാണ് ബിലാസ്പൂരിനെ വീണ്ടും വാർത്തകളിൽ അടയാളപ്പെടുത്തിയത്. 2014 നടന്ന ഏറ്റവും വലിയ മാവോയിസ്റ്റ് ആക്രമണത്തിനും ഛത്തീസ്ഗഡ് സാക്ഷിയായി.
സുഖ്മ ജില്ലയിലുണ്ടായ മാവോയിസ്റ്റ് ആക്രമണത്തിൽ 14 CRPF ജവാന്മാർ കൊല്ലപ്പെട്ടു. ഗ്രാമീണരെ മനുഷ്യകവചമാക്കിയായിരുന്നു മാവോയിസ്റ്റ് ആക്രമണം. ഹരിയാനയിലെ ഹിസാറിൽ ബാബ രാംപാലിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുണ്ടായ അക്രമങ്ങളിൽ പിഞ്ചുകുഞ്ഞടക്കം 6 പേർ മരിച്ചു. വിശ്വാസികളെ മനുഷ്യകവചമാക്കി സ്വയം പ്രഖ്യാപിത ആൾ ദൈവം ചെകുത്താനായി മാറിയപ്പോൾ ആശ്രമം യുദ്ധക്കളമായി. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തെ തുടർന്ന് രൂപപ്പെട്ട ഹുഡ്ഹുഡ് ചുഴലിക്കാറ്റ് ആന്ധ്ര ഒഡീഷ തീരങ്ങളിൽ ഭീതി പടർത്തിയാണ് വീശിയടിച്ചത്. വൻ നാശനഷ്ടങ്ങൾ വിതച്ചെങ്കിലും കാര്യമായ ആളപായമുണ്ടായില്ല. എന്നും വിവാദങ്ങൾക്കൊപ്പം നടന്ന ശശി തരൂരിന്റെ ഭാര്യ സുനന്ദ പുഷ്കറിന്റെ മരണം രാഷ്ട്രീയ വേദികളിലെ സജീവ ചർച്ചാ വിഷയമായിരുന്നു. ഇനിയും ചുരുളഴിഞ്ഞിട്ടില്ലാത്ത ആ മരണത്തിലെ ദുരൂഹതകൾ എതിരാളികൾ തരൂരിനെതിരായ ആയുധമാക്കി. നിയമരംഗത്തും പൊതുരംഗത്തും സൂര്യശോഭയോടെ നിറഞ്ഞു നിന്ന ജസ്റ്റിസ് VR കൃഷ്ണയ്യർ വിടവാങ്ങിയത് രാജ്യത്തിന് തീരാനഷ്ടമായി. 100ന്റെ നിറവിൽ നിന്ന് നീതിദേവതയുടെ പുരുഷാവതാരം ഓർമ്മകളിലേക്ക് മടങ്ങിയപ്പോൾ നമ്മുടെ സാമൂഹിക ജീവിതത്തിലെ വലിയൊരു ആശ്രയമാണ് ഇല്ലാതായത്. ദുരന്തങ്ങൾക്കും സംഘർഷങ്ങൾക്കുമൊപ്പം പ്രമുഖരുടെ വേർപാടുകളും 2014 ബാക്കിയാകുന്നു. പ്രമുഖ BJP നേതാവും കേന്ദ്ര ഗ്രാമവികസന മന്ത്രിയുമായിരുന്ന ഗോപിനാഥ് മുണ്ടയുടെ അകാലത്തിലുള്ള വേർപാട് ദേശീയ രാഷ്ട്രീയത്തിലെ വലിയ നഷ്ടമായി. രാജ്യതലസ്ഥാനത്ത് വെച്ച് വാഹനാപകടത്തിലായിരുന്നു ഗോപിനാഥ് മുണ്ടയുടെ മരണം. എഴുത്തുകാരനും സിഖ് ചരിത്രകാരനുമായ ഖുശ്വന്ത് സിംഗ്, യോഗാചാര്യൻ BKS അയ്യങ്കാർ, ലീല ഗ്രൂപ്പ് സ്ഥാപകനും മലയാളിയുമായ ക്യാപ്റ്റൻ കൃഷ്ണൻ നായർ എന്നിവർ ഓർമ്മയായി. വർഗീയതയ്ക്കെതിരായ സന്ധിയില്ലാത്ത പോരാട്ടങ്ങൾ ഒരു ജനതയ്ക്ക് പകർന്നു നൽകിയാണ് എഴുത്തുകാരനും ചിന്തകനുമായ UR അനന്തമൂർത്തി യാത്രയായത്. രാജ്യം ആകാംക്ഷയുടെ മുൾമുനയിൽ നിന്ന രാഷ്ട്രീയ വർഷമായിരുന്നു 2014. വരാനിരിക്കുന്നത് പ്രതീക്ഷയുടെ നാളുകളും. നല്ല ഓർമ്മകളും ദൃശ്യങ്ങളും സമ്മാനിക്കുന്ന വർഷമാകട്ടെ 2015 എന്ന് ആശംസിച്ചുകൊണ്ട് ഭാരതീയം 2014 ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.